സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത് മറീന ട്രെഞ്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ സമുദ്രഭാഗമാണ് മറീന ട്രെഞ്ച്. ഈ മറീന ട്രെഞ്ചിലെ ഏറ്റവും ആഴമുള്ള പോയിന്റ് എന്ന് പറയുന്നത് ചലഞ്ചർ ഡീപ്പ് എന്ന് പറയുന്നതായ ഇടമാണ്. അതായത് 36,000 അടി ആഴം എന്ന് പറഞ്ഞാൽ 11,000 മീറ്റർ ആഴമുള്ളതായ സ്ഥലം. അല്പം കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ 11 കിലോമീറ്ററോളം ആഴമുള്ള ഭാഗം എന്ന് ചിന്തിക്കുവാൻ സാധിക്കും. അതെത്ര വലിയൊരു ആഴമാണ്! അതിൻ്റെ അടിത്തട്ടെന്ന് പറയുന്നത് എത്രമാത്രം നിഗൂഢമായ ഒരു സ്ഥാനമാണ്. മതിയായ കവചങ്ങളില്ലാതെ ഒരു മനുഷ്യനും അവിടെ നിൽക്കുവാൻ സാധ്യമല്ല. കാരണം വെള്ളത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. കരയിൽ ഉള്ളതിനേക്കാൾ പല മടങ്ങ് മർദ്ദമാണ് വെള്ളത്തിന് അവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അവിടേക്ക് മതിയായ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത, കവചങ്ങളില്ലാത്ത ഒരു വ്യക്തി നീന്തി ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ശരീരം ഛിന്ന ഭിന്നമായി പോകും എന്നാണ് ശാസ്ത്രലോകം അറിയിക്കുന്നത്. കാരണം വെള്ളത്തിൻ്റെ മർദ്ദം അത്രമാത്രം വലുതാണ്. മാത്രമല്ല, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, അതായത് താപനില വളരെ താഴെയാണ്. മിക്ക സമയത്തും അവിടെയുള്ള താപനില 0 ഡിഗ്രി സെന്റിഗ്രേഡാണ്. സാധാരണയായി ജന്തുശാസ്ത്രം ഐച്ഛിക വിഷയമെടുത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി അപൂർവം ജന്തുക്കളുടെ കളക്ഷന് വേണ്ടി പോകാറുണ്ട്. സാധാരണയായി കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ള കോളേജുകളിൽ നിന്നും തെക്കൻ ഭാഗത്തുള്ള കോളേജുകളിൽ നിന്നും പോകാറുള്ളത് കന്യാകുമാരിക്ക് അടുത്തുള്ള തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഉപ്പളങ്ങൾക്ക് സമീപമായി ആഴം കുറഞ്ഞ കടൽ ഭാഗത്ത് നിന്ന് ധാരാളം അപൂർവമായ ജന്തുക്കളുടെ സ്പെസിമെൻ കളക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ അത് തന്നെ അത്ഭുതാവഹമായ ഒരു കാഴ്ചയാണ്. സമുദ്രത്തിൽ ഇത്രമാത്രം അത്ഭുതകരമായ ജന്തുക്കൾ ഉണ്ട് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഭൂപരപ്പിൽ നിന്ന് 11 കിലോമീറ്ററോളം ആഴത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ജന്തു വൈവിധ്യം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയുള്ള മത്സ്യങ്ങൾ, അവിടെയുള്ള മറ്റ് ജീവജാലങ്ങൾ, അവിടെ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ, ഇതൊക്കെ വാസ്തവത്തിൽ നാം ഇതേവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, അത്രമാത്രം റെയറായിട്ടുള്ള, അപൂർവമായിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം അറിയുമ്പോഴാണ് വാസ്തവത്തിൽ വലിയവനായ ദൈവം നിർമ്മിച്ച ഭൂമി എത്രമാത്രം അത്ഭുതകരമാണ് എന്നുള്ളത് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇതൊക്കെ തനിയെ ഉണ്ടായി വന്നതാണ് എന്ന് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും അടിസ്ഥാനമില്ല. ദൈവവചനം വളരെ കൃത്യമായി പറയുന്നു, ഇതെല്ലാം വലിയവനായ ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വലിയവനായ ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ, അവൻ്റെ പാർപ്പിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാനമാണ് ഈ ഭൂമി. എത്രയോ മനോഹരമായി, അതിശയകരമായി ദൈവം അതിനെ നിർമ്മിച്ചു. അതിൽ മനുഷ്യനെ ദൈവം നിർമ്മിച്ചാക്കി. ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ അവന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി കൊടുത്തു. പക്ഷേ ദൈവത്തെ മറുതലിച്ച് അവൻ അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് ദൈവവചനം വളരെ സ്പഷ്ടമായി പറയുന്നു. ആ മരണം നിത്യമായ നരകാഗ്നിയിലേക്കുള്ള തള്ളിക്കളയലാണ്. പിശാചിനും എൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയ നരകാഗ്നിയിലേക്ക് തള്ളുന്നതിനെയാണ് മരണം എന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ദൈവം ഒരുക്കിയ ഏക രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തു.
ആ യേശു ക്രിസ്തു സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ മരിച്ചു. അവിടുത്തെ പരിപാവനമായ രക്തം സകല മനുഷ്യവർഗത്തിനു വേണ്ടി അവിടുന്ന് ഒഴുക്കി. ആ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന വ്യക്തിക്ക് നിത്യജീവനുണ്ട്. നിത്യത മുഴുവൻ കർത്താവിനോട് കൂടെ വാഴുവാൻ സാധിക്കും. താങ്കളുടെ നിത്യത താങ്കൾ എവിടെ കഴിക്കും? അതിനെപ്പറ്റി ചിന്തിക്കുവാൻ കർത്താവ് താങ്കളെ ഇന്ന് രാവിലെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദൈവവചനം എന്നും ശ്രവിപ്പാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും. ദൈവം നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും. ദൈവം നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും.